ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലെസണിൽ നമ്മൾ മനസ്സിലാക്കിയത് കുറേ ടെക്സ്റ്റ് ടൂള് അതേപോലെ തന്നെ ടൈപ്പ് ടൂളുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ടൈപ്പ് ടൂളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാനുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പുതിയ ഷീറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. പുതിയ ഷീറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് മോഡലുള്ള ഒരു ഇൻ്റർനാഷണൽ പേപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തന്നെ നമുക്കൊരു ഇൻ്റർനാഷണൽ പേപ്പർ A4 ഷീറ്റ് എന്നുള്ള രീതിയിൽ ഞാനത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ സെൻറ്റിമീറ്റേഴ്സും ഇതിൻ്റെ മെഷറിംഗ് പോയിൻറ്റ്സൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റി. സെൻറ്റിമീറ്ററിലാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നുള്ളതുകൊണ്ട് നമുക്കതിനെ മാറ്റി. നമുക്ക് ഡിസൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട കാര്യമാണ്. നമുക്ക് സെൻറ്റിമീറ്റർ എന്നും അതേപോലെ തന്നെ നമുക്ക് മില്ലിമീറ്റർ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫൂട്ട് എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്, അത് സ്ക്വയർ ഫീറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്തായാലും. ഇപ്പോൾ അത് 300 റെസൊല്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി. 8 ബിറ്റ് അല്ലെങ്കിൽ 60 ബിറ്റ്, ഇപ്പോൾ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 16 ബിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കളറിൻ്റെ ഡെപ്ത് കൂടും. 32 ബിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടും, അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ നമുക്ക് വരും. പിന്നെ ഞാനൊരു 8 ബിറ്റിൽ തന്നെ ഞാനത് വർക്കൗട്ട് ചെയ്യണം. RGB കളർ മോഡ് ഞാൻ പ്രിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. CMYK മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്താണ്. നമ്മൾ ഫസ്റ്റിലെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് CMYK ഓപ്ഷൻസ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം. ഓക്കെ, ഞാനിവിടെ RGB മോഡിൽ തന്നെ ജസ്റ്റ് ഓക്കെ കൊടുത്ത് നമുക്കൊരു വർക്കിംഗ് സ്പേസ് ഇതേപോലെ നമുക്കിവിടെ അവൈലബിൾ ആയി. അപ്പോൾ ഞാൻ ഈ ഒരു വർക്കിംഗ് സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി. നമുക്ക് ഇതേപോലെ നമുക്കിവിടെ ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിതിൽ എന്താണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു വേൾഡ് മീറ്റപ്പ് ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ജസ്റ്റ് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല. നമുക്കിവിടെ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് വൈറ്റ് കളറാണ്. ഞാൻ അതിന് പകരം എനിക്ക് ടെക്സ്റ്റ് വേണ്ടത് വൈറ്റ് കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ല, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ പുതിയൊരു കളർ എടുത്ത് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ ചെറുതായിട്ടുള്ള ഒരു ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു കളറിലേക്ക് നമുക്കതിനെ മാറ്റുകയാണ്. അതിനുശേഷം ഞാനിവിടെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കളർ ഇതിലേക്ക് ഫിൽ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ കളർ അത്രയ്ക്ക് ഒരു സുഖം തോന്നുന്നില്ല. ഞാൻ ഈ ഒരു കളർ ഇതേപോലത്തെ ഒരു കളർ ജസ്റ്റ് അതിൽ ഫിൽ ചെയ്ത് നമുക്കിവിടെ ഇതിന് പകരം നമുക്ക് ടെക്സ്ചറോ കാര്യങ്ങളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത ഇതിനെ എനിക്ക് ഇത് വേണ്ടത് ഇത് കൺട്രോൾ ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ഫോർമാറ്റിലേക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ എന്ന് ജസ്റ്റ് നമ്മൾ ഈ ഒരു കൺട്രോൾ ടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ടി യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ അതിൻ്റെ ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്സ്, അതിൻ്റെ നമ്മൾ സ്മോൾ ക്യാപ്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് കൺട്രോൾ ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആവും. ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. കൺട്രോൾ ടി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ ടി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെല്ലാം സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതിനെല്ലാം ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ എനിക്കിതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാക്കിയിട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഇതിവിടെ 72 ആണ്. ഇതിൽ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റാതെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത്രയാണ്. ഞാൻ 100 കൊടുത്തു. ഓക്കെ, 100ഉം നമുക്ക് ഓക്കെ അല്ല, ഒരു 150 എന്നുള്ള രീതിയിൽ ഞാനിതിങ്ങനെ കൊടുത്ത് ഓക്കെ. ദെൻ 150 കൊടുത്തപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ടൈറ്റിൽസ് എല്ലാം ഇതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇത് കുറച്ചും കൂടെ അതിൻ്റെ ഡിസ്റ്റൻസിനെ നമുക്ക് കാൽക്കുലേറ്റ് അതിൻ്റെ ഒരു ഗ്യാപ്പ്, ലൈൻ ബിറ്റ്വീൻ സ്പേസ് എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്പേസ് നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു മീറ്റപ്പ് എന്നുള്ളത്
ഞാൻ കൺട്രോൾ എക്സ് കൊടുത്തു, അതിനെ കട്ട് ചെയ്തു. വേൾഡ് എന്നുള്ള ഈ ഒരു സംഭവത്തെ ഞാൻ ഇതിൻ്റെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 130 ആക്കി. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്കതിൻ്റെ സൈസ് നമുക്കിങ്ങനെ കുറഞ്ഞ് കിട്ടി അല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. മാക്സിമം നമ്മളിങ്ങനെ കൺട്രോൾ ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന് സ്കെയിൽ ചെയ്യാം, ഒപ്പം ഈ ഒരു ഓപ്ഷനും വരും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ലോസ് ഇല്ലാണ്ടിരിക്കാനും അതിൻ്റെ ഷേപ്പ്ലെസ് ആവാതിരിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നർത്ഥം. പക്ഷേ ചില സമയത്ത് നമുക്ക് കൺട്രോൾ ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് സ്കെയിൽ ചെയ്ത് എടുക്കുകയും വേണ്ടി വരും. അതിന് നമുക്ക് മറ്റ് ഓപ്ഷൻസോ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്കായി മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാൻ പുതിയൊരു ഇതിൻ്റെ ഒരു ബാക്കി വരുന്നൊരു ടൈറ്റിലും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു മീറ്റപ്പ് എന്നുള്ള ഒരു സംഭവം നമുക്കിങ്ങനെ കൊടുത്ത്, ഈ മീറ്റപ്പിൻ്റെ സ്റ്റൈൽസ് ഞാൻ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഒരു 45 ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. വേൾഡ് മീറ്റപ്പ്. ഓക്കെ, ഞാൻ വേൾഡ് മീറ്റപ്പ് എന്നുള്ളത് ഇതേപോലെ ഇവിടെ ആഡ് ചെയ്തു. ഇനി മീറ്റപ്പ് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു സ്പേസ്, നിങ്ങൾക്ക് ഈ ഒരു സ്പേസിയും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഓക്കെയാണ്. നമുക്കിവിടെ മീറ്റപ്പ് എന്നുള്ളത് നമുക്കിങ്ങനെ ഇതേപോലെ ഓക്കെ കുറച്ചും കൂടെ നമുക്കതിനെ കുറക്കാം. ഓക്കെ വേൾഡ് മീറ്റപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു കളറുമായി ബന്ധപ്പെടുത്തി നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ലെയറും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ലെയറിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കളർ ഇങ്ങനെ ജസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ആ ബോക്സിനകത്ത് നമുക്കിവിടെ ഫിൽ കളർ, ഇതേപോലെ നമ്മളൊരു കളർ ഫിൽ ചെയ്തു. ഓക്കെ, നോക്കാം. നമുക്ക് ഈ ഒരു കളറിനെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വേൾഡ് മീറ്റപ്പ് എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ഒരു ഷേപ്പിനകത്ത് ഈ ഒരു സംഭവം വന്നു. നമുക്ക് ഈ ഷേപ്പ് ഞാൻ കുറച്ചും കൂടെ താഴ്ത്തി ഇതേപോലെ ഇങ്ങനെ വെച്ചു. ഓക്കെ, വേൾഡ് മീറ്റപ്പ്. ദെൻ നമുക്ക് ഇതിൽ അതിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2022 ആണ്. 2022 ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ച് ഇതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്തു. നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിലും ഞാൻ ഇതിൻ്റെ ഡേറ്റിൽ ഒരു വലിയ സൈസാക്കാം, ഒരു 160 എന്നുള്ള കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2022 ഒരു വേൾഡ് മീറ്റപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു ചെറിയ ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സൈസ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40 എന്ന റേഞ്ചിൽ ഞാൻ അതിനെ കൊടുത്ത് എന്താണ് ജനുവരി 16th അറ്റ് ദുബായ്. ഓക്കെ, ഇതിന് ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇത് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടാൽ മതി. നമുക്ക് ഇതിനനുസരിച്ച് ഈ കാര്യങ്ങൾ റെഡിയാക്കി വന്നോളൂ. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്കുണ്ടല്ലോ, ഈ ഷേപ്പിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്കിവിടെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. അതല്ലെങ്കിൽ ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് നമുക്കിത് ആക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഇതിനെ അലൈൻ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ഒരു സിങ്ക് ഉണ്ടാവും. മീറ്റപ്പ് ഇങ്ങനെ ഞാൻ വെച്ചു, മീറ്റപ്പ്. ഓക്കെ, ദെൻ
ഞാൻ ഇത് മാത്രം ഇങ്ങനെ ഇത് വളരെ ചെറുതാക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോണ്ട് സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം. ഇതിൻ്റെ ഒരു ഫോണ്ട് മാത്രം നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ തൽക്കാലം അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാത്രം ഒന്ന് മാറ്റി അതിനുശേഷം ഞാനത് കുറച്ചും കൂടെ ഓക്കെ ഫൈൻ. വി യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ കുറച്ച് ഈ ഒരു ഫോണ്ട് മീറ്റപ്പ് എന്നുള്ളതിന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസൈൻ സ്റ്റൈൽസ് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇതിനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ടെക്സ്റ്റുകൾ നമ്മൾ ഇതിലേക്ക് കയറ്റി ഇങ്ങനെ 2022 എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു സ്പേസിൽ നമുക്ക് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യാനോ അത്തരത്തിൽ തുടങ്ങിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യാം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു എംപ്റ്റി സ്പേസ് നമുക്ക് അങ്ങനെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാലും അതിന് ഒരു ഭംഗിയിൽ അവിടെ നിന്നോളും. അതിന് പകരം നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു ടെക്സ്റ്റുകളെ നമുക്ക് ഇവിടെ ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു സ്പേസിങ് നമുക്ക് കുറേ കൂടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇത് നമുക്ക് ഈ ടോട്ടൽ സംഭവങ്ങളെ കുറച്ചും കൂടെ ഒക്കെ നമ്മൾ മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ 2020 എന്ന് പറയുന്ന സാധനം ഇതിൽ പക്ഷേ നമുക്ക് ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് എന്നാലും ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഈ ഒരു ഫോണ്ട് മാത്രം സെലക്ട് ചെയ്യുക. ഫോണ്ട് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു കളർ ഇതിന് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ഈ 2020 എന്നുള്ളത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും ഇതേപോലെ ഈ ഒരു ജനുവരി എന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ തന്നെ അതിന് കുറേ വാല്യൂസ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ മാച്ച് ചെയ്യുന്നതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ് ബോക്സ് വരച്ച പോലത്തെ ഫീലും നമുക്ക് ജനുവരി ഈ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേൾഡ് മീറ്റപ്പ് 2020 നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലോഗോ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് എംപ്റ്റി ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത് ഇതിൻ്റെ സ്പേസിൽ നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ ഒരു ഗ്യാപ്പ് വേണം. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ വേൾഡ് മീറ്റപ്പ് January 16th 2020. അപ്പോൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിതിനെ ഒരു ടോട്ടൽ ഒരു കണക്ഷനുള്ള ഫീലായിട്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇത് ഇനിയിപ്പം ഈ ലെയറിനെ Ctrl+T യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ Ctrl+T ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാര്യം നമുക്കിതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ദുബായ് എന്നുള്ളത് നമുക്ക് ഇത് കുറച്ചും കൂടെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സെയിം ഇതിലേക്ക് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കാം. ഇതേപോലെ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും. ഇനി താഴെ നമ്മൾ പുതിയ ലെയേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഒരു ജസ്റ്റ് ഇതേപോലെ ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ബോക്സിനകത്ത് നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ജസ്റ്റ് വൈറ്റ് എന്നുള്ള കളർ സെലക്ട് ചെയ്തു. ഇപ്പോൾ വൈറ്റിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു പുതിയ ഒരു ലെയർ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കതുമായി ബന്ധപ്പെടുത്തിയില്ലേ www.dubai.com. ഇങ്ങനെ നമുക്കതിൻ്റെ വെബ്സൈറ്റ് ഐഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിൻ്റെ കളേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഡിസൈൻ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റർ അടിക്കാം. ഓക്കെ, ദെൻ വി അടിച്ച് നമുക്കിതിൻ്റെ ഫോണ്ടൊക്കെ കുറച്ചും കൂടെ ഇത് കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ടാണ്. നമുക്കതിൻ്റെ ഫോണ്ട് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് ഒന്നും കൂടെ സിമ്പിളാക്കിയിട്ട് നമ്മളിവിടെ കൊടുത്ത ഈ ഒരു ഫോണ്ട് ഉണ്ടല്ലോ ആ ഫോണ്ട് തന്നെ കൊടുക്കാൻ നോക്കാം മാക്സിമം. ഓക്കെ, അതേപോലെ ഇതിലുള്ളൊരു പ്രശ്നം ഇത് സ്മോൾ ലെറ്ററിൽ വേണ്ട കേസാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ അതിന് സ്മോൾ ലെറ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. ആ ഒരു ഫോണ്ടിൽ സ്മോൾ ലെറ്ററിൽ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നുണ്ട്.
നമുക്കതിനനുസരിച്ച് ആ ഫോൺസ് നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് സ്മോളിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് തൽക്കാലം നമുക്കപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്മോൾ ലെറ്ററിലേക്ക് നമ്മൾ അത് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് നോക്കാം. dubai.exe.com. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. നമുക്ക് വേറെ ഫോൺസിൽ എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ, dubai.exe.com. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഇതേപോലെ ചെയ്തു. ഇനിയിപ്പോൾ ഇതല്ല, നമുക്ക് ഇതിനെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ ചെറിയ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തിയില്ല എന്തെങ്കിലും ഒരു ചെറിയ ലോഗോയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം ഇവിടെ ഉണ്ടാവും. ഇതിൽ നമുക്ക് അതിനകത്ത് നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു കളേഴ്സ്, അപ്പോൾ നമുക്ക് ആ ലോഗോൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ഒന്നുകിൽ ഇതിലെ ഏതെങ്കിലും ഒരു ഡിസൈനെ ബേസ് ചെയ്തിട്ടുള്ള കളർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ മാച്ച് ആയിരിക്കും നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പം ഈ ഒരു സൈഡിൽ അവരുടെ ലോഗോയോ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാം. അപ്പോൾ ആ ലോഗോനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തീമായിട്ട് നമ്മളിതിനെ മാറ്റാൻ ശ്രമിക്കാം. ഇനിയിപ്പം ഇവിടെ ചെയ്ത സംഭവങ്ങൾ തന്നെ നമുക്കിവിടെ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഈ ലെയറിനെ Ctrl+T യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ 2 ലൈനാക്കി മാറ്റാം. നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്ത് Ctrl+T. ഓക്കെ, ഫൈൻ. ഞാനത് കുറച്ച് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനി ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു സൈസ് കുറച്ചും കൂടെ കൂട്ടി. ഓക്കെ, ഇതേപോലെ. ദെൻ അതിൻ്റെ ആൾട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ഒരു അട്രാക്ഷൻ, നമ്മളൊരു വ്യൂവേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങനെയൊക്കെ നമുക്കിതിനെ മൂവ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ്. നമുക്കിവിടെ അതിനുമായി ബന്ധപ്പെടുത്തിയ ലോഗോസ് കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസിങ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഗൈഡ് ലൈൻസ്, നമുക്കിപ്പോൾ ഗൈഡ് ലൈൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തില്ല. ഇവിടെ നമുക്കിതിൻ്റെ എൻഡിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട കേസിൽപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് മാർജിൻസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പെടും. ഇതേപോലെ മാർജിൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ മാർജിൻ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് മാർജിൻ്റെ പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആക്കി മാറ്റാനൊക്കെ നമുക്ക് ഈ മാർജിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഇത് കറക്റ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതും ഓക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ടെക്സ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു കാര്യം ഇതേപോലെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളേഴ്സ് മാക്സിമം നമ്മൾ കളർ റെഡ്യൂസ് ചെയ്യുക. ഒരുപാട് കളേഴ്സ് നമ്മൾ ഡിസൈനിൽ ഇല്ലാതിരിക്കും. ഇതിൽ 2 കളർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 2 കളർ മാത്രം അല്ലേ. അപ്പോൾ ഈ ഒരു 2 കളറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോൺസ് ആണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഇതിൻ്റെ ഫോണ്ട്, ഇപ്പോൾ ഈ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺസിൻ്റെ കൗണ്ട്സ്, അതേപോലെ ലോഗോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ലോഗോ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ലോഗോനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം ഇത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം ഒരു നല്ല ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെറിയ ഡിസൈൻസ് നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് അതിനെ ഗ്രേഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ട് അതിന് തന്നെ കുറച്ചും കൂടെ ലൈറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്ന ഏരിയയിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും നമ്മൾ നടത്താം. ഓക്കെ, അപ്പോൾ അത് തന്നെ ബേസ് ചെയ്തുകൊണ്ട് നല്ല ഡിസൈൻസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളതിന് കമൻറ്റ്സ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു ഓൾ.